വയനാട് തുരങ്കപാത ഒരു പ്രധാനപ്പെട്ട പദ്ധതിയായി സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതിയാണ്. പക്ഷേ ഇങ്ങനെ ഒന്ന് അതിവർഷം, രണ്ട് മണ്ണിടിയാനുള്ള സാധ്യതകൾ, ഇവയെല്ലാം പരിഗണിക്കുമ്പോൾ തുരങ്കപാത എത്രമാത്രം ഫീസിബിൾ ആവും? ഫീസിബിൾ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് സാമ്പത്തികമായി അല്ല, പാരിസ്ഥിതികമായി എത്രമാത്രം അത് അനുയോജ്യമാവുമെന്നൊരു വലിയ പ്രശ്നം കൂടിയുണ്ട്. വയനാട് തുരങ്കപാത വിഭാവനം ചെയ്യുന്ന വയനാട് തുരങ്കപാത എന്താണ് എന്ന് നമുക്ക് ഈ സമയത്ത് ആലോചിക്കുന്നത്, പരിശോധിക്കുന്നത് ഉചിതമായിരിക്കുമെന്ന് തോന്നുന്നു. ആനക്കാംപോയിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇവിടെ ആനക്കാംപോയിൽ മുതൽ മേപ്പാടി വരെയുള്ള 8.11 കിലോമീറ്റർ ഭാഗത്താണ് വയനാട് തുരങ്കപാത നിർമ്മിക്കുന്നത്. ആനക്കാംപോയിൽ, കള്ളാടി, അതുപോലെ തന്നെ ബന്ധിപ്പിക്കുന്നത്, അതിൻ്റെ എൻ പോയിന്റായി ബന്ധിപ്പിക്കുന്നത് വയനാട്ടിലെ മേപ്പാടിയെയാണ്. 33 ഹെക്ടർ സ്ഥലം ഇതിനുവേണ്ടി ഏറ്റെടുക്കേണ്ടതുണ്ട്. 8.11 കിലോമീറ്റർ റോഡ്, 8.11 കിലോമീറ്ററാണ് ഇതിൻ്റെ തുരങ്കത്തിൻ്റെ മാത്രം നീളം. അപ്രോച്ച് റോഡടക്കം 8.73 കിലോമീറ്റർ ഉണ്ടാവും. 4 വർഷം കൊണ്ട് പൂർത്തിയാവും. കോഴിക്കോട് വയനാട് യാത്രാ സമയം കുറയുന്നു എന്നുള്ളതാണ് ഈ തുരങ്കപാതയെ സംബന്ധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ്. പെട്ടെന്ന് കോഴിക്കോട് ജില്ലയിൽ നിന്ന് പെട്ടെന്ന് വയനാട്ടിലേക്ക് എത്താം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ഇതിനകത്ത് ചൂണ്ടിക്കാണിക്കുന്നത്. പദ്ധതി ചെലവ് ഇവിടെ എഴുതി കാണിക്കുന്നത് പോലെ 2134 കോടി രൂപ പദ്ധതി ചെലവ് കണക്കാക്കുന്ന പദ്ധതിയാണ് ഇത്. കോഴിക്കോട് ജില്ലയിൽ 3.15 കിലോമീറ്റർ ആണെങ്കിൽ വയനാട് ജില്ലയിൽ 5.58 കിലോമീറ്ററാണ് ഈ തുരങ്കത്തിൻ്റെ ദൂരമായി വരുന്ന കിലോമീറ്ററുകൾ. എന്തായാലും ഈ വയനാട് തുരങ്കപാത ഒരു പ്രധാനപ്പെട്ട പദ്ധതിയായി സംസ്ഥാന സർക്കാർ പറഞ്ഞിട്ടുള്ള പദ്ധതിയാണ്. പക്ഷേ ഇതുപോലെ മണ്ണിടിയുന്ന, ആവർത്തിച്ച് ഉരുൾപൊട്ടലുകൾ ഉണ്ടാവുന്ന ഒരു ഭൂപ്രദേശത്ത് എത്രമാത്രം അനുയോജ്യമാകും ഈ പാത എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മേപ്പാടിയിലാണ് പുത്തുമലയും അതുപോലെ തന്നെ ചൂരൽമലയും ഒക്കെ ഉള്ളത്. തുടർച്ചയായ ഉരുൾപൊട്ടലുകൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. ഉരുൾപൊട്ടുന്ന മേഖലയിൽ, മണ്ണിടിയുന്ന മേഖലയിൽ എത്രമാത്രം അനുയോജ്യമായിരിക്കും ഈ തുരങ്കപാത എന്ന സംശയം പരിസ്ഥിതി പ്രവർത്തകരും പരിസ്ഥിതി ശാസ്ത്രജ്ഞരും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതും കൂടി ഗൗരവതരമായി സർക്കാർ പരിശോധിക്കേണ്ടി വരും.